സമാധാനപൂർണമായിരുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം പൊടുന്നനെ ശക്തി പ്രാപിച്ചപ്പോൾ ഏകാധിപത്യ പ്രവണതകൾ കാണിച്ചൊരു ഭരണാധികാരിക്ക് പദവി ഉപേക്ഷിച്ച് രാജ്യം വിടേണ്ടി വന്നു. ബംഗ്ലാദേശിലെ സംഭവങ്ങളെ ഒറ്റ വാചകത്തിൽ ഇങ്ങനെ പറയാം: പ്രതിപക്ഷ വെല്ലുവിളികളില്ലാത്തൊരു രാജ്യത്ത് ഭരണത്തിലും നയരൂപീകരണത്തിലും ഏകാധിപത്യ പ്രവണതകൾ കടന്നുകൂടുക സ്വാഭാവികമാണ്. എന്നാൽ രാജ്യത്തെ യുവതയെ അലോസരപ്പെടുത്തുന്ന വിധം അത് വളർന്നു തുടങ്ങിയപ്പോഴാണ് പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചത്. വിമതസ്വരങ്ങളെ അമർച്ച ചെയ്യാൻ സർക്കാരിന്റെ സകല മർദ്ദക ഉപകരണങ്ങളെയും പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന കൂട്ടുപിടിച്ചു. പ്രക്ഷോഭകരെ പ്രതിരോധിക്കാൻ ഭരണകക്ഷിയായ അവാമി ലീഗ് പ്രവർത്തകരും രംഗത്തെത്തി. അതോടെ തെരുവുകൾ കുരുതിക്കളങ്ങളായി. വിദ്യാർത്ഥികളിൽ അത് ആവേശത്തിനൊപ്പം രോഷവും വളർത്തി. രാജ്യമാകെ അത് പടർന്നു. കർഫ്യൂ പ്രഖ്യാപിച്ചും ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിച്ച് ആശയവിനിമയവും കൂട്ടും കൂടുന്നതും ഒഴിവാക്കിയെങ്കിലും സംഘർഷം അപകടകരമായ ഘട്ടത്തിലേക്ക് എത്തി. ഇതോടെ സൈനിക അട്ടിമറികളെയും ഏകാധിപത്യത്തെയും ജനാധിപത്യം കൊണ്ടും മതേതരത്വം കൊണ്ടും മറികടന്ന ഷെയ്ഖ് ഹസീനയ്ക്ക് രാജ്യവും അധികാരവും വിട്ട് ഓടിപ്പോകേണ്ടി വന്നു. ജൂലൈ 1 ധാക്ക സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ പ്രതിഷേധം ആരംഭിക്കുന്നത്. സർക്കാർ ജോലികളിലെ സംവരണമായിരുന്നു വിഷയം. തൊഴിലില്ലായ്മ രൂക്ഷമായ രാജ്യത്ത് പഴയ സംവരണ നിയമം അവതരിപ്പിക്കപ്പെട്ടതായിരുന്നു വിദ്യാർത്ഥികളെ പ്രകോപിപ്പിച്ചത്. 1971 വിമോചന സമരത്തിൽ പങ്കാളികളായവരുടെ പിൻഗാമികൾക്ക് സർക്കാർ ജോലികളിൽ 30% സംവരണം നൽകുന്നതായിരുന്നു നിയമം. 2018 ജനകീയ പ്രക്ഷോഭങ്ങളെ തുടർന്ന് സർക്കാർ സംവരണം നീക്കിയിരുന്നു. എന്നാൽ ഇത് പുനഃസ്ഥാപിച്ചുകൊണ്ട് ജൂൺ 5 കോടതി വിധി വന്നത് യുവാക്കളിൽ അരക്ഷിതാവസ്ഥ വളർത്തി. സംവരണത്തിന്റെ ആനുകൂല്യം ഭരണകക്ഷിയായ അവാമി ലീഗുകാർക്ക് മാത്രമാണെന്നായിരുന്നു അവരുടെ ആരോപണം. ധാക്ക സർവകലാശാലയിൽ തുടക്കമിട്ട വിദ്യാർത്ഥി പ്രക്ഷോഭം മറ്റ് സർവകലാശാലകളിലേക്കും പിന്നാലെ പൊതുജനങ്ങളിലേക്കും പടർന്നു. പ്രക്ഷോഭകരെ നേരിടാൻ അവാമി ലീഗ് പ്രവർത്തകരും അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനവും രംഗത്തെത്തിയതോടെ തെരുവുകൾ പോർക്കളങ്ങളായി. സ്കൂളുകളും കോളേജുകളും ഹസീന സർക്കാർ അടച്ചുപൂട്ടി. സമൂഹ മാധ്യമങ്ങളിൽ ആളുകൾ ഐക്യപ്പെടുന്നത് ഒഴിവാക്കാൻ ഇന്റർനെറ്റ് വിച്ഛേദിച്ചു. പക്ഷേ വൈകിപ്പോയിരുന്നു. രാജ്യമാകെ ആ പ്രക്ഷോഭം കത്തി പടർന്നിരുന്നു. എരുതിയിൽ എണ്ണ പടർത്തുന്നതായിരുന്നു ഹസീനയുടെ വാക്കുകൾ. രാജ്യത്തിനായി പോരാടിയവരുടെ പിന്മുറക്കാർക്കല്ലാതെ റസാക്കറുകൾക്കാണോ സംവരണം നൽകേണ്ടതെന്നായിരുന്നു അവരുടെ പ്രതികരണം. ആ ചോദ്യം പ്രക്ഷോഭകരുടെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കുന്നതായിരുന്നു. ജനറൽ ടിക്കാ ഖാൻ പ്രാദേശികമായി വളർത്തിയെടുത്ത അർദ്ധ സൈനിക സേനയായിരുന്നു റസാക്കറുകൾ. 1971 വിമോചന സമരകാലത്ത് പാകിസ്ഥാനൊപ്പമായിരുന്നു അവർ. കിഴക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനുകൾ വേർപിരിയുന്നത് ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നവർ. സ്വാതന്ത്ര്യത്തിനായി പോരാടിയ ബംഗാളികളെ ഒറ്റിക്കൊടുത്തു. അവരെ പീഡിപ്പിക്കുകയും ഗ്രാമങ്ങൾ തീയിടുകയും ചെയ്തു. പാക് സൈന്യത്തിനൊപ്പം അൽ ബദർ, അൽ ഷാംസ് തുടങ്ങിയ തീവ്ര മതവാദികൾക്കൊപ്പമായിരുന്നു റസാക്കറുകൾ പ്രവർത്തനം. പാക് അധിനിവേശത്തിനും ചൂഷണത്തിനുമെതിരെ ശബ്ദമുയർത്തിയ സാധാരണക്കാരെയും വിദ്യാർത്ഥികളെയും മതന്യൂനപക്ഷങ്ങളെയും കൊന്നൊടുക്കാൻ അവർ കൂട്ടുനിന്നുവെന്നാണ് ചരിത്രം പറയുന്നത്. പ്രതിഷേധിക്കുന്നവരുടെ ദേശസ്നേഹത്തെ ചോദ്യം ചെയ്യുകയായിരുന്നു ഹസീനയുടെ ലക്ഷ്യം. എന്നാൽ എതിർ ശബ്ദമുയർത്തിയവരെ റസാക്കറുകൾ എന്ന് വിളിച്ച പ്രധാനമന്ത്രിയെ വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്തു. ആരാണ് നീ? ആരാണ് ഞാൻ? റസാക്കർ, റസാക്കർ. പ്രതിഷേധക്കാർ ഉറക്കെ മുദ്രാവാക്യം വിളിച്ചു. സംഘർഷം ശക്തിപ്പെട്ടു. പ്രതിഷേധ റാലികളിൽ 10,000 അണിനിരന്നു. ഇതോടെ ഏകാധിപത്യ സ്വഭാവം പൂണ്ട ഹസീന സർക്കാർ സംവിധാനങ്ങളെ മർദ്ദക ഉപകരണങ്ങളാക്കി തെരുവിലേക്ക് ഇറക്കിവിട്ടു. പ്രവർത്തകരോട് തെരുവിലിറങ്ങാൻ അവാമി ലീഗും ആഹ്വാനം ചെയ്തു. പ്രക്ഷോഭകർ ഹസീനയുടെ വസതിയിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചു. ഉടൻ കർഫ്യൂ പ്രഖ്യാപനവും വന്നു. എന്നാൽ പ്രക്ഷോഭകാരികൾ തണുത്തില്ല. രാജ്യം വലിയൊരു ആഭ്യന്തര കലാപത്തിലേക്ക് നീങ്ങുന്നതായുള്ള സൂചനകൾ ശക്തമായി. പോലീസിന് പോലും കാര്യമായൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. പ്രക്ഷോഭകർക്കായി അവർ വഴിമാറി കൊടുക്കേണ്ടി വന്നു. അതിനിടെ ലോകം മറ്റൊരു വാർത്തയും കേട്ടു. ഹസീന രാജിവെച്ച് രാജ്യം വിടാനൊരുങ്ങുന്നു. സൈനിക നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നീക്കമെന്നും ഉടൻ തന്നെ സൈനിക വിമാനത്തിൽ രാജ്യം വിടുമെന്നും വാർത്ത പരന്നു. രാജ്യത്തെ ഉടൻ അഭിസംബോധന ചെയ്യുമെന്ന് പട്ടാള മേധാവി അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനോടകം ഹസീനയുടെ വസതിയിലേക്ക് ഇരച്ചു കയറി പ്രക്ഷോഭകർ സകലതും നശിപ്പിച്ചു. ഫർണിച്ചറുകൾ ഉൾപ്പെടെ എടുത്തുകൊണ്ടുപോയി. ഹസീനയുടെ ചിത്രങ്ങൾക്കൊപ്പം പിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ പ്രതിമയും സ്മാരകങ്ങളും നശിപ്പിക്കപ്പെട്ടു. അതേസമയം പദവി രാജിവെച്ച ഹസീന ഇന്ത്യയിലെത്തി. ലണ്ടനിൽ അഭയം തേടുകയാണ് ലക്ഷ്യം. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ദരിദ്രമായിരുന്ന ബംഗ്ലാദേശിനെ നിവർന്നു നിൽക്കാൻ പ്രാപ്തമാക്കിയത് ഷെയ്ഖ് ഹസീനയാണ്. തീവ്രവാദത്തെ എതിർത്ത സെക്കുലർ മുസ്ലിം എന്ന ലേബലിൽ നീണ്ട കാലം രാജ്യം ഭരിച്ച ലോകത്തിലെ അപൂർവം വനിതകളിൽ ഒരാളാണ് അവർ. ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ നിർമ്മിതിക്കായാണ് ഹസീനയുടെ കുടുംബം
രക്തസാക്ഷിത്വം വരിച്ചത്. ബംഗ്ലാദേശിന്റെ സ്ഥാപക നേതാവായ ഹസീനയുടെ പിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാനും കുടുംബവും 1975 പട്ടാള അട്ടിമറിയിലാണ് കൂട്ടക്കൊല ചെയ്യപ്പെടുന്നത്. അന്ന് ജർമ്മനിയിലായിരുന്ന ഹസീനയും സഹോദരിയും മാത്രമാണ് ആ കൂട്ടക്കൊലയിൽ നിന്നും രക്ഷപ്പെട്ടത്. രാജ്യത്തെ പട്ടാള അട്ടിമറിയുടെയും ഏകാധിപത്യത്തിന്റെയും ക്രൂരതകൾ കണ്ട് ജനാധിപത്യ വഴിയിലേക്ക് ഇറങ്ങിയ ഹസീന ഒടുവിൽ ശക്തമായ പ്രതിപക്ഷം പോലും ഇല്ലാത്ത രാജ്യത്തിന്റെ ഭരണാധികാരിയായി. ഏകാധിപത്യ പ്രവണതകൾ പലപ്പോഴും ഭരണത്തിൽ നിഴലിട്ടു. ഞങ്ങൾക്കൊരു വനിതാ നേതാവുണ്ടെന്ന് ഊറ്റം കൊണ്ട ജനത തന്നെ അവരെ ഏകാധിപതിയെന്ന് വിശേഷിപ്പിച്ചു തുടങ്ങി. എന്നിട്ടും തിരുത്താൻ തയ്യാറാകാതിരുന്ന ഹസീന രാജ്യത്തെ പ്രതിസന്ധിയിൽ കൊണ്ടെത്തിക്കുകയായിരുന്നു. സകല ഭരണ നേട്ടങ്ങളും കയ്യിൽ നിന്നും വഴുതി പോവുകയും ചെയ്തു. ഹസീനയില്ലാത്ത ബംഗ്ലാദേശ് സൈന്യം ഭരിക്കുമോ എന്ന ആശങ്കകളും ശക്തമായിരുന്നു. എന്നാൽ പ്രസിഡന്റിനോട് ഇടക്കാല സർക്കാർ രൂപീകരിക്കാനാണ് സൈന്യം നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഹസീനയുടെ നാളുകളിലൊന്നും ഭരണത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടില്ല സൈന്യം. മാത്രമല്ല, നിലവിലെ സാമ്പത്തിക സാഹചര്യങ്ങൾ ഒട്ടും അനുകൂലമല്ല. അത്തരമൊരു സാഹചര്യത്തിൽ സൈന്യം ഭരണം ഏറ്റെടുക്കാൻ സാധ്യതയില്ലെന്നാണ് വിദഗ്ധരുടെ പക്ഷം. സൈന്യത്തെ ചൊൽപ്പടിയിൽ നിർത്തിയ ഉരുക്ക് വനിതയെ പടിയടച്ച് പുറത്താക്കിയ ജനങ്ങളെയും അവർ ഭയക്കുന്നുണ്ടാവും. ദാരിദ്ര്യത്തിന്റെയും തൊഴിലില്ലായ്മയുടെയും പരകോടിയിൽ പ്രതികരിച്ചവരാണവർ. ഹസീനയെ പുറത്താക്കുമ്പോൾ ഒഴിയുന്ന അധികാര കസേരയിലേക്ക് സൈനിക കുപ്പായമിട്ടവരെ ആനയിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ജനാധിപത്യ സർക്കാർ തന്നെയാണ് അവരുടെയും ആവശ്യം. ഇക്കാരണങ്ങളാൽ സൈന്യവും ഭരണത്തിൽ നിന്ന് അകന്നിരിക്കുമെന്ന് കരുതാം. പകരം ഒരു പാവ സർക്കാരിനെ ആയിരിക്കും സൈന്യം ആഗ്രഹിക്കുക.